ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ റോസ പാർക്സ് സാറ്റ് സ്റ്റിൽ എന്ന ചാപ്റ്ററിൽ വരുന്ന ആക്ടിവിറ്റീസാണ്. ഇതിൻ്റെ മലയാളം എക്സ്പ്ലനേഷന് മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഒന്ന് കണ്ടിട്ട് വരണേ. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: What was the only thought in Rosa Parks' mind as she left her workplace? ജോലി സ്ഥലത്ത് നിന്നും ഇറങ്ങിയപ്പോൾ റോസ പാർക്കിൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്താണത്? ആഫ്റ്റർ ദ ഹെവിയർ വർക്ക് ഓഫ് ദി ഡേ റോസ പാർക്സ് വാണ്ടഡ് ടു സിറ്റ് ഡൗൺ. എന്താണ്? ആ ദിവസത്തെ ജോലികൾ, ഹെവി ആയിട്ടുള്ള ഒത്തിരി ജോലിയെല്ലാം ചെയ്തിട്ട് വരുമായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ റോസ പാർക്സിന് എന്താണ്? വാണ്ടഡ് ടു സിറ്റ് ഡൗൺ, ഒന്ന് കുറച്ച് നേരം ഇരിക്കണം എന്നായിരുന്നു റോസ പാർക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: വാട്ട് വാസ് ദ ഓൺലി തിങ് ദാറ്റ് ദ ഡ്രൈവർ ന്യൂ എബൌട്ട് റോസ പാർക്സ്? റോസ പാർക്സിനെ കുറിച്ച് ഡ്രൈവർക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം അതെന്തായിരുന്നു? ദ ഡ്രൈവർ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഷി വാസ് നോട്ട് വൈറ്റ്. എന്താണ്? ഡ്രൈവറിന് ആകെ അറിയാവുന്നത് അവൾ എന്താണ്? വൈറ്റ് അല്ല, വെള്ളക്കാരിയല്ല എന്ന് മാത്രമാണ് അറിയാവുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ: വാട്ട് വാസ് ദ റൂൾ ഇൻ ദ ബസ്? ബസ്സിൽ ഉണ്ടായിരുന്ന റൂള്, നിയമം അതെന്തായിരുന്നു? എന്താണ്? ഈച്ച് ടൈം എ വൈറ്റ് പാസഞ്ചർ ക്ലൈംബ്ഡ് ഇൻ ടു ദ ബസ് എ ബ്ലാക്ക് പാസഞ്ചർ ഗോട്ട് അപ്പ് ഫ്രം എ സീറ്റ് ആൻഡ് മൂവ്ഡ് എവേ. ബസ്സിൽ ഒരു വൈറ്റ് പാസഞ്ചർ, വെളുത്ത പാസഞ്ചർ കയറുകയാണെങ്കിൽ ബ്ലാക്ക് പാസഞ്ചർ എന്ത് ചെയ്യണം? സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവർക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു കൊടുക്കണം അല്ലേ. അതായിരുന്നു ബസ്സിലുണ്ടായിരുന്ന റൂള്. ഫോർത്ത് ക്വസ്റ്റ്യൻ: വാട്ട് ഹാപ്പൻഡ് വെൻ ദ ബസ് വാസ് എബൌട്ട് ടു സ്റ്റാർട്ട്? ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇറ്റ് ഹാപ്പൻഡ് ബിഫോർ ദ ബസ് സ്റ്റാർട്ടഡ് വെൻ ദ വാർണിംഗ് ബെൽ റാങ്. പാസഞ്ചേഴ്സ് റഷ്ഡ് ഇൻ. മെനി ഓഫ് ദം വർ വൈറ്റ് അമേരിക്കൻസ്. എന്താണ്? ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ, വാർണിംഗ് ബെല്ല് റാങ് ചെയ്തപ്പോൾ ബസ്സിലേക്ക് പാസഞ്ചേഴ്സ് ഉരച്ച് കയറി. അതിൽ ഒത്തിരി പേര് വൈറ്റ് അമേരിക്കൻസ് ആയിരുന്നു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: വൈ വാസ് റോസ അറസ്റ്റഡ്? റോസയെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? റോസ പാർക്സ് റിഫ്യൂസ്ഡ് ടു ഗിവ് അപ്പ് ഹെർ സീറ്റ് ഫോർ എ വൈറ്റ് പാസഞ്ചർ even after the driver asked her to get up. So she brought the police in and they arrested Rosa as she had broken the law. എന്താണ്? റോസ പാർക്സ് എന്താ ചെയ്തത്? ഒരു വൈറ്റ് പാസഞ്ചറിന് വേണ്ടിയിട്ട് സീറ്റ് ഒഴിഞ്ഞു കൊടുത്തില്ല അല്ലേ. ഡ്രൈവർ പറഞ്ഞിട്ടും കൂടി എണീറ്റ് കൊടുത്തില്ല. അതുകൊണ്ടാണ് പോലീസ് റോസയെ അറസ്റ്റ് ചെയ്തത്. എന്താ കാരണം പറഞ്ഞത്? ആസ് ഷീ ഹാഡ് ബ്രോക്കൺ ദ ലോ, അവൾ നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട്. സിക്സ്ത് ക്വസ്റ്റ്യൻ: വൈ ഡിഡ് ദ ബ്ലാക്ക് പീപ്പിൾ ഡിസൈഡ് ടു ഫൈറ്റ് വിത്ത് ദ ബസ് കമ്പനി? ബ്ലാക്ക് പീപ്പിൾസ്, കറുത്ത വർഗ്ഗക്കാർ എന്തിനാണ് ബസ് കമ്പനിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്? When the black people of Montgomery heard about Rosa Parks' arrest, they soon decided to fight for her freedom. They decided to fight with the bus company. Black people boycotted the buses. Black peoples അവർ റോസ പാർക്സിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം അവർ അറിഞ്ഞു അല്ലേ. റോസ പാർക്സിനെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട്, വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് അവർ ബസ് കമ്പനിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. സെവൻത്ത് ക്വസ്റ്റ്യൻ: ഹൗ ഡിഡ് ദ ബ്ലാക്ക് പാസഞ്ചേഴ്സ് സപ്പോർട്ട് ദ ബോയ്ക്കോട്ട്? ബ്ലാക്ക് പാസഞ്ചേഴ്സ് എങ്ങനെയാണ് ബോയ്ക്കോട്ടിനെ സപ്പോർട്ട് ചെയ്തത്? ദ ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഡിസൈഡഡ് നോട്ട് ടു യൂസ് ദ സിറ്റി ബസ്സസ് അൺടിൽ റോസ വാസ് ഫ്രീ. ഇൻസ്റ്റെഡ് ദേ യൂസ്ഡ് പ്രൈവറ്റ് കാർസ് ആൻഡ് ഷെയർഡ് ദ കോസ്റ്റ് ഓഫ് ടാക്സസ് ടു ഗോ ടു ദെയർ വർക്ക് പ്ലേസസ്. എന്താണ്? ബ്ലാക്ക് പാസഞ്ചേഴ്സ് തീരുമാനിച്ചു? സിറ്റി ബസ്സുകൾ യൂസ് ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. റോസയെ വിട്ട് തരുന്നത് വരെ സിറ്റി ബസ്സുകൾ യൂസ് ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. ജോലി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ പ്രൈവറ്റ് കാറുകൾ, അതുപോലെ ടാക്സികളെല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങി. എയ്ത്ത് ക്വസ്റ്റ്യൻ: വാട്ട് വാസ് ദ ജഡ്ജ്മെൻറ്റ് ഗിവൺ ബൈ ദ സുപ്രീം കോർട്ട്? സുപ്രീം കോർട്ടിൽ നിന്ന് അവർ എടുത്ത തീരുമാനം, ജഡ്ജ്മെൻറ്റ് എന്തായിരുന്നു? Segregation was unlawful in public transport services. They said it was against the law of country. Segregation എന്ന് വെച്ചാൽ വിവേചനം അല്ലേ. ഇതെന്താണ്? നിയമവിരുദ്ധമാണെന്നാണ് സുപ്രീം കോടതിയിൽ നിന്ന് അവരെടുത്ത
ജഡ്ജ്മെൻ്റ് അതായിരുന്നു അല്ലേ. 9th question. What do you think was the reason for the successful of the boycott? ബോയ്ക്കോട്ട് സക്സസ് ആവാനുണ്ടായ കാരണം എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? During the boycott, the bus company lost millions of dollars. This was because there were many more black bus users than white users. Without black passengers, business ran almost empty. അതെ, എന്താണ് ബോയ്ക്കോട്ടിൻ്റെ സമയത്ത് ബസ് കമ്പനിക്ക് ഒത്തിരി മില്യൺസ് ഓഫ് ഡോളേഴ്സ് നഷ്ടം വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? വൈറ്റ് പാസഞ്ചേഴ്സിനേക്കാളും ഒത്തിരി കൂടുതലുണ്ടായിരുന്നത് ബ്ലാക്ക് പാസഞ്ചേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊന്നും ബസ്സിൽ കയറാതായപ്പോൾ അവർക്ക് ബിസിനസ്സിൽ ഒത്തിരി നഷ്ടം വന്നിട്ടുണ്ട്. 10th question. There are other stories of such courageous men and women who changed the life of millions. Recollect and write any one of them. എന്താണ് ഇതുപോലെ മില്യൺസ് ഓഫ് പീപ്പിൾസിൻ്റെ ജീവിതത്തിൽ ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവന്ന ഇതുപോലെയുള്ള ഏതെങ്കിലും മെന്നോ വുമണോ അവരുടെ സ്റ്റോറീസൊക്കെ ഉണ്ടാവൂലേ? കളക്ട് ചെയ്തിട്ട് അതിൽ ആരെങ്കിലും ഒരാളെക്കുറിച്ച് താഴെ എഴുതാനാണ്. ആരെഴുതാം? മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ fought against the racist segregation of Afro-Americans in schools and public facilities. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ അദ്ദേഹം എന്താണ് ആഫ്രോ അമേരിക്കൻസിനിടയിലുള്ള വിവേചനത്തിനെതിരെ ഫൈറ്റ് ചെയ്ത ഒരാളാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി ഉണ്ട്. വാട്ട് വർ ദ ഇവൻറ്റ്സ് ദാറ്റ് ലേഡ് ടു ദ ഹിസ്റ്റോറിക് ജഡ്ജ്മെൻറ്റ് ഓഫ് ദ സുപ്രീം കോർട്ട്? കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ. എന്തെല്ലാം സംഭവങ്ങളാണ്, ഇവൻറ്റ്സ് ആണ് ഇതുപോലെ ഒരു ഹിസ്റ്റോറിക്കൽ ജഡ്ജ്മെൻറ്റ് തീരുമാനം എടുക്കാൻ സുപ്രീം കോടതിയെ ലീഡ് ചെയ്തത്, നയിച്ചത്? കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഈ സ്റ്റോറിയിൽ വന്നിട്ടുള്ള സംഭവങ്ങൾ കറക്റ്റായിട്ട് എഴുതിയാൽ മതി, ഓർഡർ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ് കൊടുത്തിട്ടുള്ളത്? റോസ പാർക്സ് ബോർഡഡ് എ ബസ് ആൻഡ് സാറ്റ് ഡൗൺ ഇൻ ദ നിയറസ്റ്റ് സീറ്റ്. റോസ പാർക്സ് ബസ്സിൽ കയറിയിട്ട് സീറ്റിൽ ഇരുന്നു എന്നാണ്. നെക്സ്റ്റ് അടുത്ത സംഭവം എന്ത് എഴുതാം? എ വൈറ്റ് പാസഞ്ചർ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ ലുക്കിംഗ് റോസ. ഒരു വൈറ്റ് പാസഞ്ചർ എന്താണ് ഡോറിൻ്റെ അടുത്ത് റോസയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ബസ് ഡ്രൈവർ ഓർഡേർഡ് റോസ ടു ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ബാക്ക്. ബസ് ഡ്രൈവർ റോസയുടെ അടുത്ത് പറഞ്ഞു എണീറ്റിട്ട് ബാക്കിലേക്ക് പോകാൻ പറഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് റോസ വാസ് അറസ്റ്റഡ് ആൻഡ് സെൻഡ് ടു ജയിൽ. റോസയെ അറസ്റ്റ് ചെയ്തു, ജയിലിലേക്ക് കൊണ്ടുപോയി അല്ലേ. അടുത്ത സംഭവം എന്താ? ദ ബ്ലാക്ക് പാസഞ്ചേഴ്സ് ബോയ്ക്കോട്ടഡ് ദ ബസ്. ബ്ലാക്ക് പാസഞ്ചേഴ്സ് എന്താണ് ബസ്സിനെ ബഹിഷ്കരിച്ചു. നെക്സ്റ്റ് ബസ് കമ്പനി ലോസ്റ്റ് മില്യൺസ് ഓഫ് ഡോളേഴ്സ്. ബസ് കമ്പനിക്ക് മില്യൺസ് ഓഫ് ഡോളേഴ്സ് നഷ്ടം വന്നു. നെക്സ്റ്റ് ദ സുപ്രീം കോർട്ട് റൂൾസ് ദാറ്റ് സെഗ്രിഗേഷൻ ഈസ് അൺലോഫുൾ. സുപ്രീം കോർട്ട് എന്ത് തീരുമാനിച്ചു? സെഗ്രിഗേഷൻ, വിവേചനം എന്ന് പറയുന്നത് എന്താണ്? അൺലോഫുള്ളാണ് എന്ന് വച്ചാൽ നിയമവിരുദ്ധമാണെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇത്ര ആക്ടിവിറ്റീസേ ഉള്ളൂ, ഈസിയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക.